ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പല സുഹൃത്തുക്കളുടെ ദാമ്പത്യത്തിലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ധാരാളം പ്രവാസികൾ നാട്ടിലേക്ക് വന്നു. ആ വന്ന മിക്കവാറും പ്രവാസികളുടെ വീട്ടിലൊക്കെ പ്രശ്നമാണ്. എന്താണ് ആ പ്രശ്നത്തിന്റെ കാരണം? തരങ്ങൾ അവർക്ക് ഇപ്പൊ ജോലിയില്ല. കാരണം ഗൾഫിൽ ജോലി എടുത്ത് ശീലിച്ച ഒരാൾക്ക് നാട്ടിൽ വന്ന ഒരു ജോലി പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്താണ് അവർ ജോലി ഇല്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുക. സ്വാഭാവികമായി ഇവിടെ എവിടുന്നെങ്കിലൊക്കെ ചെലവുകൾ കണ്ടെത്തുമ്പോൾ എന്താ അറിയോ, ഇയാൾക്ക് തന്നെ തോന്നും എനിക്കൊരു വിലയില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ പ്രശ്നമല്ല അത്. അതായത് ഒരു കുടുംബനാഥനാവുന്നതും അയാൾക്ക് അതിലുള്ള ഒരു മാനസികമായ സന്തോഷം കിട്ടുന്ന എപ്പോഴാരെങ്കില് ചെലവഴിക്കുമ്പോ മാത്രം. ഞാൻ പലപ്പോഴും സഹോദരിമാരോട് പറയാറുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങളുടെ ഭർത്താവ് തന്നെ തരണം. നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. അത് ആ ബന്ധത്തിന് അനിവാര്യമാണ്. എന്തിനും നമുക്ക് പൈസ എത്ര ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വതക്ക കൊടുക്കേ, അയാൾക്ക് കടം കൊടുക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അതല്ലെങ്കിൽ എന്താ അറിയോ, ജോലിയുള്ള ഒരു സ്ത്രീ അവൾ സ്വന്തമായി എന്ത് ചെയ്യും, വാങ്ങാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അവളോട് വസ്ത്രം ചോദിക്കുമ്പോൾ അയാൾ പറയും നിന്റെ പൈസ അല്ലേ വാങ്ങിക്കോ, മൊബൈലിൽ നിന്റെ പൈസ അല്ലേ വാങ്ങിക്കോ എന്ന് പറയും. അത് ഭർത്താവ് വാങ്ങിക്കൊടുത്ത് ഭർത്താവ് അത് കിട്ടുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, അതിലൊരു അഭിമാനമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ പരസ്പരം ചെലവഴിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇപ്പൊ പുതിയ ചെറുപ്പക്കാരൊക്കെ എന്താരെങ്കിൽ ജോലി ഇല്ലാതെ എങ്ങനെ നടക്കുക. ഓൾക്ക് 1, 2, 3 4 കുട്ടികളായിട്ടുണ്ടാവും. അതൊക്കെ പെണ്ണിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരോ ഒക്കെ കൊണ്ടെടുക്കും. സുഹൃത്തുക്കളെ, അതിനൊന്നും ഒരു വില പിൽക്കാലത്ത് പോലും കിട്ടൂല. അതായത് നിങ്ങളൊരു ഭാര്യന്റെ ഡെലിവറിക്ക് വേണ്ടിയുള്ള പണം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതെന്നും അവളെ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ വളർത്തിക്കൊണ്ട് കുട്ടികളെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾ ചെലവഴിക്കേണ്ടടുത്ത് നിങ്ങളുടെ അമ്മോശനോ നിങ്ങളുടെ വാപ്പയോ ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കും. നിങ്ങളുടെ മക്കൾ പറയും, നിങ്ങളല്ലല്ലോ ഇപ്പൊ ഞങ്ങളെ നോക്കിയത്, നിങ്ങളല്ലല്ലോ ഞങ്ങൾക്ക് പൈസ തന്നത്, നിങ്ങളല്ലല്ലോ അന്ന് ഞങ്ങൾക്ക് മിഠായി വാങ്ങി തന്നത്, നിങ്ങളല്ലല്ലോ അന്ന് ഉടുപ്പെടുത്തത്, നിങ്ങളല്ലല്ലോ ഞങ്ങളെ സ്കൂളിൽ ചേർത്തത്. അതൊന്നും സുഹൃത്തുക്കളെ തിരികെ കൊണ്ടുവരാൻ പിന്നൊരു സമയത്ത് പറ്റില്ല. നാം ഒരു പിതാവാണെങ്കിൽ നമുക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടോ, ആ കുട്ടി ജനിച്ച പിതാവ്, ആ ജനിപ്പിച്ചവൻ ആരാണോ അവന്റെ കടമയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരെ സംരക്ഷിക്കലും. അതുകൊണ്ട് നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ കുട്ടികളുടെ ചിലവ് നമ്മുടെ വിയർപ്പിൽ നിന്ന് വരണം. അവിടെ നമുക്ക് വില ഉണ്ടാവുകയും. അപ്പൊ ചില ആൾക്കാർ എന്താ പറയുക, പണിയോ കാര്യങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ തരികിടായിട്ട് പോകണം ആകണം. ഒരിക്കലും പ്രശ്നം എന്താ വെച്ചാൽ എനിക്കൊരു ബഹുമാനം കിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ഈ സാധുക്കളെ കഷ്ടപ്പെടുത്താ ചെയ്യാം. ഭാര്യനിടങ്ങിറക്കി കണ്ടിനൊക്കെ ചീത്ത പറയാ, എല്ലാറ്റിനും ഉപദ്രവിക്കുക, എന്നിട്ട് വീട്ടിൽ അധികാരം സ്ഥാപിക്കുക. ചെലവഴിച്ചിട്ട് അധികാരം സ്ഥാപിക്കേണ്ടത്, അല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടും തടസ്സം സൃഷ്ടിച്ചിട്ടും അധികാരം സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് ഭർത്താവ് തന്നെ കിട്ടണം. അപ്പോഴേ ആ ബന്ധം ശരിയായി മുന്നോട്ട് പോവുകയുള്ളൂ. നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോഴേ മുന്നോട്ട് പോകുള്ളൂ.